ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ബേസിക് ലെവൽ മേക്കപ്പ് ആണ്. വളരെ ബേസിക്. നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കാണാം. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. കാരണം പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി ടൈം പോകും, അതുകൊണ്ടാണ്. ഫസ്റ്റ് ഞാൻ ലിപ് ബാം വന്നിട്ട് നിങ്ങൾക്ക് കാണാം, എൻ്റെ മുഖത്ത് ഞാൻ ഒരു സാധനം ചെയ്തിട്ടില്ല, എല്ലാം ഫസ്റ്റ് തൊട്ടാണ് കാണിക്കുന്നത്. ആദ്യം ലിപ് ബാം ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ആ സമയത്തേക്ക് ലിബ് ഒന്ന് ക്ലെൻസ് ആയിട്ട് ഇരുന്നോളും, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഫസ്റ്റ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഗതിയാണ്. ഇതൊരു സെറമാണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഇന്നലെ ഒരു മിനിഞ്ഞാന്നാണ് ചെയ്തത്, കാരണം ഒരു മാസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഒരു മാസം ആവാതെ അല്ലെങ്കിൽ ഒരു 3 വീക്കെങ്കിലും ആവാതെ നമ്മൾ എങ്ങനെയോ റിവ്യൂ ചെയ്യുന്നത്. സോ ഞാൻ അത്രയും പെർട്ടിക്കുലർ ആണ്. എനിക്കിതൊരു കൊളാബ് കിട്ടിയതായിരുന്നു, പക്ഷെ ഞാൻ യൂസ് ചെയ്യാതെ കൊളാബ് ചെയ്ത് കൊടുക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അവരെന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. 2 ദിവസത്തിൽ റിവ്യൂ കൊടുക്കണം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു സെറം, എന്തെങ്കിലും ഒരു സാധനം ഫേസിലിട്ടാൽ, സെറം ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സെറം ഇട്ട് കാണിച്ചത്. ദെൻ ഞാൻ ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ ലിങ്ക് എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ടൈം പോകും, കാരണം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ആൾക്കാരാണല്ലോ. സൺസ്ക്രീൻ ഞാൻ സാധാരണ പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഈ സൺസ്ക്രീൻ അത് പോസിബിൾ ആണ്. കുറച്ചും കൂടെ ഒരു ഡ്രൈ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉചിതം പോലെ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഞാനിതിൽ കോൺഫിഡൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐബ്രോയിലൊന്നും സൺസ്ക്രീൻ ഇടരുത്. ഐബ്രോ പിന്നെ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും അത് അങ്ങനെ വെള്ളം തൊട്ട മാതിരി, വെള്ളത്തിൽ വേണ്ട പുച്ചനെ പോലെ എപ്പോഴും നമ്മുടെ ഐബ്രോ അങ്ങനെ ഇരിക്കും. സോ അത് ചെയ്തുകൂടാ. ഈ സൺസ്ക്രീൻ ആക്ച്വലി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പിരുകത്തിലൊക്കെ പറ്റിയാൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഈ ഒരു സൺസ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫിനിഷിങ് വന്ന പോലെ ഫേസിന് തോന്നില്ലേ? അത് ഭയങ്കരമായിട്ട് ഈ സൺസ്ക്രീനുണ്ട്. മേക്കപ്പ് എപ്പോൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വെട്ടവുമായിട്ട് നമുക്ക് റോ ആയിട്ട് നമ്മളെ കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു കണ്ണാടി, അല്ലെങ്കിൽ വെട്ടമില്ലാത്തടത്ത് നിന്ന് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടത്തോട്ട് വരുമ്പോൾ വേറൊരു ഇതായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പുട്ടിയിട്ട മാതിരി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അഗ്നി മാർക്കോ പിമ്പിൾസോ, അങ്ങനെ പിമ്പിൾസിന്റെ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസീലർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കൺസീലർ പാലറ്റ് ആണ്. ഇതിനകത്ത് എൻ്റെ ഷെയ്ഡിന് അത്യാവശ്യം മാച്ച് ആയിട്ടുള്ള ഒരു കളർ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാച്ച് ആയിട്ടുള്ള കളർ ഉണ്ടാകും, അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾ ഏകദേശം ഒരു മാച്ച് ചെയ്യുന്ന കളർ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഇവിടെയൊക്കെ ചെറിയൊരു മാർക്കുകൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് തൊട്ട് കൊടുക്കുവാണ്. ഒരിക്കലും ഇട്ടിട്ട് ഭയങ്കര കണ്ടമാനം എടുത്ത് വെക്കരുത്. ജസ്റ്റ് ഇത് ജസ്റ്റ് ഇതിന് ഇങ്ങനെ ഒന്ന് തൊടുകയെ ചെയ്യാവുള്ളൂ, മനസ്സിലായോ? ഒരിക്കലും കണ്ടമാനം എടുക്കരുത്. അതെടുത്താൽ അലമ്പാകുക തന്നെ ചെയ്യും. അത് ലോങ് സ്റ്റേ ചെയ്യത്തില്ല, ഭയങ്കരമായിട്ട് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മാത്രം ചെയ്യുക. ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്, ഇങ്ങനെ മാത്രം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉരയ്ക്കരുത്. ഇത്രയും ചെയ്തേക്കുക. ഇതിനെ നമ്മളൊരു 1-2 മിനിറ്റ് നമ്മളൊന്ന് ഫേസിൽ ഇതിങ്ങനെ തന്നെ സ്റ്റേ ചെയ്യിപ്പിച്ചേക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐബ്രോ ചെയ്യാം. PACയുടെ ഐബ്രോ പാലറ്റ് ആണ്. സൂപ്പർ ഒരു ഐബ്രോ പാലറ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ല സൂപ്പർ ആട്ടോ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐബ്രോ ഫില്ല് ചെയ്യേണ്ടതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിഷ്യലി നോക്കിക്കോളൂ, ഇനിഷ്യലി നമ്മൾ നമ്മുടെ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒരൊറ്റ വര വരയ്ക്കുക, ഇവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക, മിഡിലിൽ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എഗെയിൻ നമ്മൾ അതിൽ കൂടി ജസ്റ്റ് അതിന്റെ മേലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ആ നമ്മുടെ ബ്രഷിലുള്ളത് നമ്മൾ ഇതിലേക്ക് ഐബ്രോയിലേക്ക് ഫുള്ള് നമ്മൾ ആക്കി കൊടുക്കുക. നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു ഏരിയ മാത്രം ഫിനിഷ് അല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ബ്രഷിനെ നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെയല്ലേ ഇപ്പൊ ഈ ബ്രഷ് ഇരിക്കുന്നത്, ഇങ്ങനെ തിരിക്കുക. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക ചെറുതായിട്ട്. എന്നിട്ട് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുക മുകളിലേക്ക് ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ബ്രഷിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് സെയിം സാധനം നമ്മൾ, അതായത് എക്സസ് ആയിട്ട് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി വെച്ചിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഇപ്പൊ കണ്ടോ ഐബ്രോ, പക്ഷെ എനിക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, സെയിം ഷെയ്ഡ് അല്ല, ഞാനിപ്പോ യൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഐബ്രോ ഫില്ലിന് യൂസ് ചെയ്തത്. പക്ഷെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ബ്ലാക്കിൽ ഒന്ന് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ആ ഗ്യാപ്പ് പോയേ. ഇനി നമുക്ക് അതേ ബ്ലാക്ക് എടുത്തിട്ട് നമ്മുടെ ഈ പകുതി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒന്ന്
ഡാർക്ക് ആക്കി കൊടുക്കാം. ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ഇപ്പൊ കണ്ടോ ഐബ്രോ ഫിൽ ആയില്ലേ? ഇതേ ഐബ്രോ ഞാൻ ഇവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. ഐബ്രോ 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് ഐബ്രോ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ. കാരണം എനിക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ നമ്മുടെ ഫേസിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു? കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് ആ കൺസീൽ ചെയ്തതിന് നമുക്ക് നമ്മുടെ ഈ ഒരു 2 ഫിംഗർ വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ 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 ഒന്ന് ചെയ്ത് കൊടുക്കാം. ആ ചെയ്തെടുത്തേക്കുന്നിടത്ത് മാത്രം കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ അണ്ടർ ഐ ഒന്നും ചെയ്യുന്നില്ലേ, ജസ്റ്റ് ഈ ഒരു കൺസീൽ ചെയ്ത പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുമ്മാ ഡാബ് ചെയ്ത് ഈ 2 വിരൽ മാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ ഉരയ്ക്കുമല്ല, ഇങ്ങനെ ഡാബ് ചെയ്താണ് കൊടുക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലാക്മേയുടെ ഈ ഒരു മൂസ് ഫൗണ്ടേഷൻ എടുത്തിട്ട്, മൂസ് നോക്ക് പറയാട്ടോ, നല്ലൊരു ക്രീമി അടിപൊളി ഒരു സൺസ്ക്രീൻ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതൊരു പൗഡറി ഫൗണ്ടേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാനൊരു ബേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സാധനം കാണിക്കുന്നത് കാരണം ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ ഒരു 3 ഷെയ്ഡ് ഉണ്ട്. ആൽമണ്ട് ഹണി, അതുപോലെ മീഡിയം, സാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെയ്ഡുകളുണ്ട്. അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന സാധനമാണ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈസി ആയിട്ട് എനിക്ക് നിങ്ങളെ ഒരു ഷെയ്ഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്ന സാധനം ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നിങ്ങളെ കാണിക്കുന്നത്. സോ ലാക്മിയുടെ ആണ്, എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ നമ്മുടെ മിറർ ഒരു ക്ലോസ് വെച്ചേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. നിങ്ങൾ ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഞാൻ പിടിച്ചേക്കുന്ന പോലെ ഒരു മിറർ നോക്കി മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ലൈറ്റും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇല്ലേ നമ്മൾ നമ്മുടെ മുഖത്ത് എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന് നമുക്ക് ഭയങ്കര നമ്മൾ അവെയർ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരും ഇതെന്താ മുഖത്ത് ഇത്രയും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടാൽ നമുക്ക് ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ അറിയത്തില്ലെങ്കിൽ ആളാൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആവത്തില്ല, അങ്ങനെ പാനിക് ആവും. സോ അത് ശ്രദ്ധിക്കണം. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യുക. ഈ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫൗണ്ടേഷനും നമ്മൾ ഡാബ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇനി എനിക്ക് ഈ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ആക്ച്വലി ഇത് എൻ്റെ ഒരു ഷെയ്ഡ് അല്ല, എൻ്റെ ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഡിം ആയിട്ടുള്ള ഷെയ്ഡാണ്. അതായത് ഞാൻ നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്ന് കറുത്ത പോലെയല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു BB ക്രീം യൂസ് ചെയ്യും. നിങ്ങൾക്കും ഏതെങ്കിലും ഒരു BB ക്രീം അല്ലെങ്കിൽ ഒരു CC ക്രീം യൂസ് ചെയ്യാം ഫോർ മേക്കപ്പ്. കാരണം നിങ്ങൾ ഒരു ബിഗിനർ ആയതുകൊണ്ട്. ഗാർണിയറിന്റെ ആണ്, അടിപൊളി ഒരു BB ക്രീമാണ്. ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് കാണാം. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് ഉരയ്ക്കരുത്. നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ഒരു രീതിയിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കൈവച്ച് ചെയ്യാൻ മടുത്തു, ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കൈവച്ചിട്ട്. അപ്പൊ ഞാൻ എന്ത് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമ്പാക്റ്റിനകത്ത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ഉണ്ട്. സോ ഈ സ്പോഞ്ച് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡാബിങ് പരിപാടിക്ക് യൂസ് ചെയ്യും. സോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഞാൻ നോക്കട്ടെ, ഇതിന്റെ ലിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ സ്പോഞ്ചിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, എന്റെ ഫേസ് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റൻ എന്റെ ഒരു സ്കിൻ ടോണിലേക്ക് അല്ലെങ്കിൽ എന്റെ സ്കിൻ കളറിലേക്ക് വന്ന പോലെ തോന്നുന്നില്ലേ? വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഫേസ് വന്നിട്ട് കുറച്ചുകൂടെ ഓയിലി സ്കിൻ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരു പൗഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആക്ച്വലി എന്റെ വന്നിട്ട് ഓയിലി അല്ല, എനിക്കിത് ഇങ്ങനെ ഇരുന്നാൽ ഓക്കെ ആണ്, അതുകൊണ്ട് ഞാൻ ഇത് ഇടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പൗഡർ യൂസ് ചെയ്യാം. ഇതൊരു ഫേസ് പൗഡർ ആണ്. ലാക്മിയുടെ ഇതിനും ഒരു 150 രൂപ ആ ഒരു എമൗണ്ടിലേ വരുന്നുള്ളൂ. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു ബ്രഷും വാങ്ങി വെച്ചോളാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഓൾറെഡി സാധനം വരും. അതിന്റെ കൂടെ അത് യൂസ് ചെയ്യുന്നതിനേക്കാൾ ബ്രഷാണ് നല്ലത്. ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫുൾ ഫേസ് സെറ്റ് ചെയ്യാം. ഇനി കണ്ണിലേക്ക് പോകാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ അൾട്ടിമേറ്റ് ഗ്ലാം ഐലൈനർ ആണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ? വാട്ടർ പ്രൂഫ് വേണം എന്നുള്ളൊരു വാട്ടർ പ്രൂഫ് തന്നെ വെച്ചിട്ട് കണ്ണെഴുതുന്നതാണ് നല്ലത്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് നനഞ്ഞാലേ ഇത് പോകും. അപ്പൊ ഞാൻ വളരെ ബേസ് ആയിട്ട് നോർമൽ നമ്മുടെ ഒരു ഐലൈനർ യൂസ് ചെയ്തിരിക്കുവാണ്. ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ വാല് വരച്ചു കൊടുക്കുകയാണ്. ഞാനൊരു പകുതിയിൽ നിന്ന് ഇങ്ങനെ വാല് വരച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ താഴത്തുനിന്ന് ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും. കിട്ടിയോ? ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഈ മുകൾ വശം നമ്മൾ ഫില്ല് ചെയ്യും.
ഇതൊരു രീതിയാണ്. പല രീതിയിൽ നമുക്ക് കണ്ണെഴുതാം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പല ഇപ്പൊ ഈ വിങ് ഇല്ലാണ്ട് നമുക്ക് കണ്ണെഴുതാം, വാലിടാണ്ടും വാലിട്ടും ഒക്കെ നമുക്ക് കണ്ണെഴുതാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എനിക്കിപ്പോ തൽക്കാലം ഒരു നോർമൽ ഒരു വാലിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കണ്ടോ, ഇപ്പൊ ഈ ഒരു ഫേസിൽ ആ ഒരു ഡെഫിനിഷൻ ഇപ്പൊ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇതായിട്ടിരിക്കും. അപ്പൊ നമ്മൾ പലരും ഈ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പകുതി എത്തുമ്പോഴാണ് നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് കൂടിപ്പോയോ, അയ്യോ ഇത് ആൾക്കാർ കാണും. അതാണ്, മനസ്സിലായോ? നമ്മളെല്ലാം പക്കയായിട്ട് ചെയ്ത് ആ ഒരു എൻഡിങ്ങിൽ മാത്രമേ നമ്മൾ കയറി നമ്മളെ വിലയിരുത്താവുള്ളൂ. ഞാൻ തൽക്കാലം ഇന്ന് അടിവശത്തെ കണ്ണെഴുതുന്നില്ല. ഞാനൊരു ഒരു മസ്കാരയാണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. മസ്കാര ഇത് വന്നിട്ട് Forever 52 മസ്കാരയാണ്. എനിക്ക് ആക്ച്വലി ഈ മസ്കാര ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ മസ്കാരയാണ് യൂസ് ചെയ്യത്തുള്ളൂ. ഇത് മേബിലിന്റെ ആണ്. ഇതൊരു അഫോർഡബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഇതിന്റെ കൊടുത്തേക്കാം. യൂസ് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഒരു കാര്യം, ഒരു കണ്ണിൽ ഒരെണ്ണം, ഒരു കണ്ണിൽ വേറെ ഒരെണ്ണവും ഞാൻ ഇട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആകും. സോ ഈ വീഡിയോ കുറച്ച് ലോങ് ആവാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളപ്പോൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ കേട്ടോ. മസ്കാര ഇടുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കണ്ണടച്ചു കൊടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നേരെ ഇങ്ങനെ മുകളിലോട്ടല്ല ആക്കണ്ട. നമ്മളിങ്ങനെ മസ്കാര എടുത്തിട്ട് മുകളിലെത്തത് ഈ ഒരു നമ്മുടെ ആദ്യം നമ്മൾ നോസിന്റെ അങ്ങോട്ട് ഒത്തിരി ഇങ്ങനെ ആക്കി ഇങ്ങനെ കണ്ണെഴുതി വെക്കരുത്. ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി വിടുക, എന്നിട്ട് നേരെ ആക്കുക. അപ്പൊ കുറച്ചും കൂടി ഒന്ന് എല്ലാത്തിലോട്ടും ഈ ഒരു മസ്കാരയുടെ കണ്ടോ അങ്ങനെ ആക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടിവശമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരിക്കൽ കൂടെ മുകളിൽ ഒന്നും കൂടെ എഴുതി കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ നല്ല വൃത്തിക്കിരിക്കും. നല്ല ഒരു ഫേക്ക് ലാഷ് വെച്ച പോലത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ അത് നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാണാവോ നിങ്ങൾക്ക് വ്യത്യാസം? കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിൽ ഇത് വെച്ചിട്ട് ഇടാം. കണ്ടോ വ്യത്യാസം? കണ്ടോ? രണ്ടിലും നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് കാണത്തില്ലേ, രണ്ടിനും നല്ല വ്യത്യാസമുണ്ടേ. നമ്മൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മൾ കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് പരക്കുമോ, അല്ലെങ്കിൽ ഇവിടെ മസ്കാര ഇട്ടപ്പോൾ ഇവിടെ ഒരു ലൈൻ വന്ന പോലെ അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെയും കൂടെ അങ്ങനെ ആക്കാം. അതായത് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകും. നമ്മൾ ഓരോ ദിവസം പഠിക്കുവാണല്ലോ. ഇപ്പൊ എത്ര എല്ലാം അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഡെയിലി നമുക്ക് എന്തെങ്കിലും ഈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ അതിനെ എടുക്കുക, പോസിറ്റീവായിട്ട് കാണുക. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇതായി കണ്ടോ, അപ്പൊ ഞാൻ ഇവിടെയും കൂടെ അങ്ങനെ ആക്കി. പെട്ടെന്ന് നമുക്ക് വന്ന ഒരു ചേഞ്ച് ആണ്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ വരുത്തിയ ഒരു സംഗതിയല്ല. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന മേബിലിന്റെ ഞാൻ 2-3 ലിപ്സ്റ്റിക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഷെയ്ഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ തൽക്കാലം ഈ ഒരു ലിപ്സ്റ്റിക് എടുത്ത് ഒരു ബേസ് പോലെ കൊടുക്കുവാണ്. ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പൊ നിങ്ങളുടെ കണ്ണ് നിരക്കുക അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഇങ്ങനെ മുകളിലോട്ടായിപ്പോയി, നിങ്ങൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ബ്രഷ് അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയ മാത്രം കുറച്ചൊരു ഫൗണ്ടേഷൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഏരിയ മാത്രം നമ്മളൊന്ന് ഈ സാധനം അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട്, ഇപ്പോൾ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ, അല്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തൂത്തു കൊടുത്താൽ അതിനെ മാറ്റാം. അല്ലാണ്ട് നമ്മൾ കൈയിട്ട് ഉരച്ച് അലമ്പാക്കരുത്. നമ്മൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക. മനസ്സിലായോ? എങ്കിലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫിനിഷ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള മേബിലിൻ്റെ തന്നെ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ കളർ ആക്ച്വലി അത്ര ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ആദ്യം ഇട്ട കളറുമായിട്ട് മിക്സ് ചെയ്യുമ്പം ഇതൊരു അടിപൊളി കളറാകും. അതിനുശേഷം ഞാൻ എഗെയിൻ ഇത് ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇതിന്റെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ചെയ്യും. അപ്പോൾ എന്നാ ഗുണം എന്ന് ചോദിച്ചാൽ ഇത് എല്ലാത്തിനെയും ഉപകാരം ഉണ്ടാകും. അതായത് ആ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് ലിപ്സ്റ്റിക്ക് പോകത്തില്ല, ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് ഒട്ടും സ്റ്റേ ചെയ്യത്തില്ല കേട്ടോ. ഇപ്പം ഇട്ടാൽ കുറച്ചൊന്നും പോലും കഴിയണ്ട, ഇപ്പം തന്നെ പോകും. പക്ഷെ അതിൻ്റെ കൂടുതൽ ഇടുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും. ഇതിപ്പോൾ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഒന്ന് സെറ്റിൽ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ കളറാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ കളറ്. കാണാവോ ഈ ഒരു ഷെയ്ഡ്? എന്തൊരു കിടുക്ക ഷെയ്ഡാണ്. ദെൻ ഇതുണ്ട്, എൻ്റെ ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തേക്കാം.
എൻ്റെ കയ്യിലുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ബ്ലഷ് പാലറ്റ് ആണ്, പ്രോ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ. അത് ഇതുണ്ട്, ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ മാത്രം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഈ ഒരു അറ്റത്ത് ശ്രദ്ധിച്ചോ, മൂക്കിൻ്റെ ഈ ഒരു അറ്റത്ത് കുറച്ചൊന്ന് തൂത്ത് കൊടുത്തു. എന്നിട്ട് അടുത്ത വിരൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യാണ്. മനസ്സിലായോ? ചേഞ്ച് മനസ്സിലായോ? ദെൻ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് നമ്മൾ എഗെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആ മൂക്കിൻ്റെ ആ ഒരു എഡ്ജിൽ എഗെയിൻ അടുത്ത ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഒന്ന്, മനസ്സിലായോ? ചേഞ്ച് മനസ്സിലായോ? പിന്നെ നമ്മൾ ഇവിടെ ചിരിക്കുക. എന്നിട്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഇതുണ്ട് ഈ ഒരു ചേഞ്ച് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ഈ ഇവിടെ ഒരു എല്ലുണ്ടല്ലോ, ആ എല്ലിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഇങ്ങനെ തൊട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെയിം തന്നെ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ ആ ചേഞ്ച് മനസ്സിലായോ? സെയിം തന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ ഹൈലൈറ്റർ. ബ്ലഷ് ഞാൻ വളരെ വളരെ ലൈറ്റായിട്ട് ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. സെയിം തന്നെ ആ ഒരു ഫിംഗർ വെച്ചിട്ട് എടുക്കുക. ജസ്റ്റ് തൊട്ട് കൊടുക്കുന്നു. അതായത് എൻ്റെ ഒരു വിചാരത്തിൽ എനിക്ക് ആക്ച്വലി ബ്ലഷ് ചേരില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ശരിക്കും അത് ഞാൻ ബ്ലഷ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലഷ് നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലൈറ്ററിന് മുന്നെയാണ് ബ്ലഷ് ഇടേണ്ടത് കേട്ടോ. അത് ഞാൻ ആക്ച്വലി ബ്ലഷ് ചെയ്യാൻ നിങ്ങൾ ഇട്ട് കാണിക്കേണ്ടതുകൊണ്ട് മാത്രം ചുമ്മാ ഒന്ന് കാണിക്കുന്നതാണ്. അതെനിക്ക് എൻ്റെ കവള് ഭയങ്കരമായിട്ട് എടുത്തിരുന്നിട്ട് ഒരു ജാപ്പനീസ് ലുക്ക് വരുന്നൊരു ഫീൽ വരും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊതുവെ ഇടാറില്ല കേട്ടോ. ഹൈലൈറ്റർ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ ഫൈൻ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. അയ്യോ ഐബ്രോ പെൻസിൽ എൻ്റെ മേക്കപ്പ് പൗച്ചിൻ്റെ ഇതുപോലത്തെ ഒരു സംഗതിയുള്ള. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ചീവിയൊക്കെ വെക്കാം. എൻ്റെ ഹെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഈ ഫുൾ ഒന്ന് സെറ്റ് ചെയ്യാം. കാരണം ഇത് സെറ്റ് ചെയ്ത് പോകത്തില്ല, കുറച്ചുകൂടെ ലോങ് സ്റ്റേ ചെയ്യും. ഇത് കുറച്ച് നല്ല സെറ്റിംഗ് സ്പ്രേ ആണ്. കുറേ ഇപ്പം നമ്മളെപ്പം കഴുകിയാൽ അപ്പളേ പോകത്തുള്ളൂ. ഇത് ഫോറവറിൻ്റെ ആണ്. ഇത് ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പറയാം. എന്താണ് നിങ്ങൾക്ക് ഇതിൽ വന്ന ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും മടിക്കേണ്ട, ചോദിച്ചോളൂ. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുക. ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് നമുക്കൊരു സെൽഫ് ലവ് ഒക്കെ വരത്തുള്ളൂ, കോൺഫിഡൻസ് ഒക്കെ വരത്തുള്ളൂ. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.